ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ കൊല്ലം മൺറോതുരത്തിലേക്ക് പോവാട്ടാ. ഒറ്റ മൈൻഡിൽ സെറ്റാക്കിയ ഒരു യാത്ര. ഞങ്ങൾ നാലാളും കൂടി ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോണത്. അതിൻ്റെ ഒരു പ്രസനാണി കാണുന്നതൊക്കെ. ഗുരുവായൂരിൽ നിന്ന് 5:50 ട്രെയിനിന് ഞങ്ങൾ 4:10 തന്നെ അവിടെ ഹാജരായി. ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. എന്നാ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി ഭാവി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് കരുതി. സ്വന്തം വീടിൻ്റെ ഡോറ് തുറക്കണ പോലെയല്ലേ ഓള് ട്രെയിനിൻ്റെ ഡോറൊക്കെ തുറന്ന് കയറുന്നത്. 4 ആൾക്കും കൂടി 400 രൂപയുടെ ടിക്കറ്റും എടുത്ത് ജനറലാട്ടാ ഞങ്ങൾ പോണത്. 5.5 മണിക്കൂർ യാത്രയ്ക്കൊടുവിലേ ഞങ്ങൾ കൃത്യം 11:20 പെരിനാടെത്തി. ഇന്ത്യൻ റെയിൽവേ എപ്പോഴും കൃത്യസമയം പാലിക്കില്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞങ്ങൾ വിളിക്കാനേ അച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം അവർ കാണുന്നത്. അതിൻ്റെ സന്തോഷമാണ് രണ്ടാൾക്കും. രാവിലെ ട്രെയിനിൽ പട്ടിണിയായിരിക്കുന്നു മനസ്സിലായി കണ്ടോണ്ടാവും. അവൻ സ്നാക്സും ജ്യൂസും ഒക്കെ വാങ്ങി വണ്ടിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മക്കൾക്കത് ഭയങ്കര ഹാപ്പിയായി. ഗ്രഹണി പിടിച്ച മക്കളെ ചക്കക്കൂട്ടം കണ്ട പോലെ രണ്ടും കൂടി എമ്മാതിരി അടിച്ച് കയറ്റല. വല്ലാത്ത ജാതി മുതലല്ലേ. അതിപ്പോ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അതല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ ചിന്തിച്ചത്. ബൈ നമ്മൾ നമ്മുടെ കഥയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ പെരിനാട് സ്റ്റേഷനിൽ നിന്നും മൺറോതുരത്തിലേക്ക് ജങ്കാർ വഴി പോവാട്ടാ. പുഴയിലൂടെയുള്ള വ്യൂ ഒക്കെ കണ്ട് അച്ചുവിന്റെ നാടിനെ പറ്റിയുള്ള കഥകളൊക്കെ പറയണ കേട്ട് അങ്ങനെ നമ്മൾ പോവാണ്. ഇതിലെ കൂടെ ഇറങ്ങി അന്ന് അതിലെ കൂടെ നടന്നു കയറിയിരുന്നത്. ഇപ്പം പക്ഷേ ഇപ്പൊ ആ ചടങ്ങ് ഇപ്പോഴും നടത്തുന്നത്. ആ ചടങ്ങ് നടത്താൻ വേണ്ടിട്ട് ഇപ്പം ഒരു 2-3 ആന കയറി വരും. വെള്ളം കുറവാണ്. വെള്ളം കുറവ് ഇവിടെ നമുക്ക് നടന്ന് അക്കരെ കയറാം. ആ പാലം ട്രെയിൻ പോകും. നമ്മൾ അവിടെ കണ്ട പാലം ഇല്ലേ, ഈ പാലമാണ് അവിടെ. ഈ പാലം തന്നെ ഈ ഇതുവഴിയാണ് ആ പാലം. അങ്ങനെ ഞങ്ങൾ ആദ്യയിലെത്തി. ഇതാണ് അച്ചുവിന്റെ വീട്. ഇവിടെ അച്ചും വൈഫും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അച്ചു ഒറ്റയ്ക്കുള്ളൂ. 8 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു ഉണ്ണിവാവ ഉണ്ടാവാൻ പോവാ. അതുകൊണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ആനത്തോട്ടി. ഇവനെ ആനകളോട് ഭയങ്കര ഇഷ്ടാത്രേ. അതുകൊണ്ടാണ് വീട്ടിൽ ആനത്തോട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാ പറഞ്ഞത്. എല്ലാവരും പൊതുവെ വീട്ടിൽ ആനത്തോട്ടിയൊന്നും വെച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഈ എന്താ പറയുക, നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ വീടൊക്കെ കണ്ടു. എല്ലാവർക്കും വീടൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉച്ചഭക്ഷണം മൺറോതുരത്തിലെ ഫേമസ് ഫുഡ് സ്പോട്ടായ ജയ് ജവാനിലായിരുന്നു. നല്ല ഫിഷ് ഐറ്റംസ് ഒക്കെ കൂട്ടി ഒരു അടിപൊളി സദ്യ. ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനെ ഒരു ജവാനായിരുന്നു. ആർമിയിൽ നിന്ന് പോന്ന ശേഷം മൂപ്പര് ഹോട്ടൽ തുടങ്ങിയത്. അതുകൊണ്ട് അത്രേ ഹോട്ടലിന് ജയ് ജവാൻ എന്ന് പേരിട്ടത്. ചെമ്മീനും കക്ക ഫ്രൈയും പൊടിമീൻ ഫ്രൈയും കരിമീനും എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ. ഫുഡ് അടിച്ച് വയ്യാണ്ടായി തന്നെ പറയാട്ടാ. ഇതാണ് എസ് വളവ്. ഇവിടുത്തെ റോഡ് എസ് ഷേപ്പിലായതുകൊണ്ട് അത്രേ ഈ റോഡിന് എസ് വളവ് എന്ന് പേരിട്ടത്. അവിടുന്ന് വരുന്ന വഴി ഈ സ്മാരകം കണ്ടു. ഒന്നിറങ്ങി സല്യൂട്ട് കൊടുത്തു പോന്നു. വൈകിട്ട് എല്ലാവരും കൂടി വഞ്ചിയിൽ കണ്ടൽകാട് കാണാൻ പോയി. സുധീറണ്ണൻ്റെ വഞ്ചിയിലാണ് പോയത്. അണ്ണൻ നല്ല അടിപൊളി വൈബാട്ടാ. അങ്ങനെ അവർ രണ്ടാളും കൂടി മൺറോതുരത്തിൻ്റെ A to Z കഥകൾ പറയണത് കേട്ട് ആ കായലിൻ്റെ കാറ്റും കൊണ്ട് അങ്ങനെ ഒരു പോക്ക്. ഇത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെ കേട്ടാ. നമ്മളെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് മാറി വളരെ കാം ആൻഡ് ക്വൈറ്റായ ഒരു മൂഡ് കിട്ടാൻ പറ്റിയ ഒരു സ്ഥലം. ഒരുപാട് ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നുമില്ലാണ്ട് സമാധാനത്തോടെയുള്ള ഒരു യാത്ര. പണ്ട് സുനാമി വന്നപ്പോഴാണ് കണ്ടൽക്കാടിൻ്റെ ആവശ്യകത മനസ്സിലായതും കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവ വച്ച് പിടിപ്പിച്ച് മൺറോതുരത്തിന് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ നടത്തിയതും. ഈ നാട്ടിലുള്ളവരുടെയൊക്കെ ഒരു മെയിൻ വരുമാന മാർഗം ഈ ടൂറിസം തന്നെയാണ്. ഈ തുരുത്തിന് മൺറോതുരത്തെന്ന് പേര് കിട്ടിയത് പണ്ട് അവിടെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു അത്രേ. ആ സായിപ്പ് ഈ നാടിൻ്റെ ടൂറിസം സാധ്യതകളൊക്കെ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. അങ്ങനെ മൂപ്പരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മൂപ്പരുടെ പേരായ മൺറോയുടെ കൂടെ തുരുത്തും കൂടി ചേർത്ത് മൺറോതുരത്ത് എന്നുള്ള പേര് വന്നതാത്രേ. ഇവിടെ വരുന്നവരൊക്കെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടാ ഇവർ വിളിക്കുക. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാനും ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫണ്ടും ഉണ്ട് കേട്ടാ. താമസിക്കാനൊക്കെ അത്യാവശ്യം നല്ല ഫണ്ട് തന്നെ ഉണ്ട്. ബട്ട് നമ്മൾക്ക് അച്ചുവിൻ്റെ വീടുള്ളതുകൊണ്ട് അക്കോമഡേഷനൊക്കെ ഫ്രീ അല്ലേ. അതാണ് സൗഹൃദത്തിൻ്റെ ഒരു ശക്തി.
പാവം സുധീറണ്ണന് ഒരു റെസ്റ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മളുടെ സ്വന്തം ഡ്രൈവർ ആ കഴുക്കോലും മേടിച്ച് വഞ്ചി കുത്താൻ തുടങ്ങി. നമ്മളെ ഡ്രൈവർ കഴുക്കോല് മേടിച്ചതുകൊണ്ട് ചെറിയൊരു പേടി മനസ്സിലില്ലാതില്ല. ആ വെള്ളത്തിലെങ്ങാനും പോയി മുങ്ങിച്ചാവേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ് നമ്മളുടെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ. പിന്നെ രാത്രി ക്രിസ്മസ് പാപ്പയൊക്കെ വന്നു, രാത്രി ഫുഡ് കഴിച്ചു. പക്ഷെ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാ. അങ്ങനെ പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ അച്ചുവിൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയത് കയാക്കിങ്ങിനായിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം അതിൻ്റെ ഒരു ABCD ഒക്കെ അറിയാത്തതുകൊണ്ട് കുറേ കിടന്ന് കഷ്ടപ്പെട്ടു. പിന്നെ അവസാനിക്കാറായപ്പോഴേക്കും അതിൻ്റെ ഒരു നേക്ക് കിട്ടിയത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും സമയം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അച്ചുവിൻ്റെ തറവാട്ടിലായിരുന്നു. അവൻ്റെ അമ്മ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ മുൻപ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴും ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ. ഈ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ തിരക്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പാവം ഞങ്ങളവിടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പി തന്ന് വയറ് നിറയെ ഭക്ഷണം കഴിപ്പിച്ച് ഒരുപാട് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത്. ഇനിയും വരണം മക്കളെ എന്നുള്ള ആ അമ്മയുടെ സ്നേഹത്തോടെയുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ചുവിനോടും മൺറോത്തുരുത്തിനോടും യാത്ര പറഞ്ഞ് അവിടുന്ന് ബൈ പറഞ്ഞു. ഓക്കെ ബൈ.